കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ഷെറിനെ രക്തസാക്ഷിയാക്കി ഡിവൈഎഫ്ഐ പ്രമേയം. കുന്നോത്തുപറമ്പ് മേഖലാ സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഷെറിനെ ഉൾപ്പെടെ CPIM തള്ളി പറഞ്ഞിരുന്നു. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുൺ, 2024 ഏപ്രിൽ 5-നാണ് ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായി ഷെറിൻ കൊല്ലപ്പെട്ടത്. അന്ന് മറ്റൊരു യുവാവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പാനൂർ മുളിയാത്തോട്, അവിടെ ഒരു ആളൊഴിഞ്ഞ ആ സ്ഥലത്തെ നിർമ്മാണം പൂർത്തിയാകാത്ത വീടിന്റെ ടെറസിന് മുകളിൽ നിന്നാണ് ഷെറിനും മറ്റൊരു യുവാവും കൂടി ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഈ സ്ഫോടനം ഉണ്ടായത്. അന്ന് തന്നെ CPIM ഇതിനെ തള്ളിപ്പറഞ്ഞിരുന്നു. അതിൽ CPIM-ന് പങ്കില്ല, CPIM-ന് വേണ്ടിയല്ല ഈ ബോംബ് നിർമ്മിച്ചത് എന്നതായിരുന്നു ജില്ലാ സംസ്ഥാന നേതൃത്വവും ഒക്കെ അന്ന് വിശദീകരിച്ചത്. പിന്നീട് പാനൂർ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ചില നേതാക്കൾ ഇവരുടെ വീട് സന്ദർശിക്കുകയും ചെയ്തത് വിവാദമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കുന്നോത്തുപറമ്പ് മേഖലാ സമ്മേളനം, ഡിവൈഎഫ്ഐയുടെ മേഖലാ സമ്മേളനത്തിലാണ്, ആ സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന രക്തസാക്ഷി പ്രമേയത്തിലാണ് ഷെറിന്റെ പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് രക്തസാക്ഷിത്വം വഹിച്ചവരുടെ പേരുകളാണ് ഈ രക്തസാക്ഷി പ്രമേയത്തിൽ ഉണ്ടാവുക. അത്തരത്തിലുള്ള പ്രമേയത്തിലാണ് ഷെറിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അന്ന് ഷെറിനൊപ്പം തന്നെ മറ്റൊരു യുവാവിന് കൂടി ഗുരുതരമായി പരിക്കേൽക്കും. 2 കൈയും തെറ്റുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഞാൻ സൂചിപ്പിച്ച പോലെ CPIM ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ തള്ളിപ്പറഞ്ഞ സംഭവത്തിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ രക്തസാക്ഷിയായി ഷെറിനെ അവതരിപ്പിക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.